1866 കേരളത്തിലെ ആദ്യത്തെ സന്യാസ സമൂഹം സ്ഥാപിച്ചത്. അപ്പോൾ അന്ന് ഈ അനാഥ മന്ദിരമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അത്ര അറിവില്ലാത്ത കാര്യമാണ്. അശരണരെയും അനാഥരെയും ഒക്കെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്ത ഒരു സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകയായ അതായത് കേരളത്തിലെ ആദ്യ സന്യാസിനിയും TOCD സന്യാസിനി സഭാ സ്ഥാപകയുമായ മദർ എലീശ്വ ഇന്ന് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക്. ഇന്ന് വൈകുന്നേരം 4:30 എറണാകുളം വല്ലാർപാടം ബസിലിക്കയിൽ പ്രഖ്യാപന ചടങ്ങുകൾ നടക്കും. മലേഷ്യയിലെ പെനാങ് രൂപതയുടെ മെത്രാനായ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മദർ എലീശ്വയുടെ മധ്യസ്ഥതയിൽ സംഭവിച്ച അത്ഭുതം മാർപ്പാപ്പ അംഗീകരിച്ചതിനു ശേഷമാണ് വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള നടപടികൾ തിരുസംഘം പൂർത്തിയാക്കിയത്. പ്രഖ്യാപനത്തിൽ മാർപ്പാപ്പ ഒപ്പുവെച്ചതോടെയാണ് മദർ എലീശ്വയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നത്. ഇന്ന് വൈകുന്നേരം 4:30 ദിവ്യബലിക്കിടെ ലിയോ 14 മാർപ്പാപ്പയുടെ പ്രതിനിധി മലേഷ്യയിലെ പെനാങ് രൂപതാമെത്രാൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വരാപ്പുഴ അതിരൂപതാ മെത്രോപൊലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ധന്യ മദർ എലീശ്വയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തും. വത്തിക്കാന്റെ ഇന്ത്യയിലെ അപ്പോസ്തോലിക പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോ പോൾദോ ജിറല്ലി സന്ദേശം നൽകും. അത്യുന്നത കർദിനാൾ ഡോക്ടർ ഓസ്വാൾ ഗ്രേഷ്യസ് വാഴ്ത്തപ്പെട്ട മദർ എലീശ്വയുടെ തിരുസ്വരൂപം അനാവരണം ചെയ്യും. തുടർന്ന് മദറിന്റെ തിരുശേഷിപ്പ് ഔദ്യോഗികമായി ഏറ്റുവാങ്ങി അൾത്താരയിൽ പ്രതിഷ്ഠിക്കും. അങ്ങനെ മദർ എലീശ്വ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടും. 1866 ഫെബ്രുവരി 13 കൂനമാവിൽ കർമ്മലീത്ത നിഷ്പാദുക 3-ാം സഭ സ്ഥാപിക്കുകയും കേരള സഭയിൽ ആദ്യമായി പെൺകുട്ടികൾക്ക് സ്കൂളും ബോർഡിംഗും അനാഥ മന്ദിരവും ആരംഭിച്ച് സ്ത്രീ ശാക്തീകരണത്തിന് തുടക്കം കുറിച്ച ആളാണ് മദർ എലീശ്വ. പിന്നീട് 1890 2 സന്യാസിനി സഭകൾക്കും രൂപം നൽകി. 1913 ജൂലൈ മാസം 18 മദർ എലീശ്വ മരിക്കുന്നത്. മരിച്ച് 112 വർഷങ്ങൾക്ക് ശേഷമാണ് മദർ എലീശ്വയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.